അസ്സലാമു നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നമുക്ക് ചോറിൻ്റെ കൂടെയും ദോശ ഇഡലിയുടെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ്. ഉള്ളി കൊണ്ട് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 350 ഗ്രാമോളം ഉള്ളി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് ഞാനിവിടെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ഉള്ളിയാണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതുപോലെ തന്നെ ഇട്ടേക്കാം. ഇങ്ങനെ വലുതാണെങ്കിൽ നമുക്കൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 3 നാരങ്ങയാണ്. നാരങ്ങ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ഒരു പുളിയും കൂടെ നോക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഈ നാരങ്ങ 3 നമുക്കൊന്ന് നന്നായിട്ട് പിഴിഞ്ഞിട്ട് എടുക്കാം കേട്ടോ. ഇനി ഈ ഒരു പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ മല്ലി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് ഒരു 30 സെക്കൻഡോളം നമുക്കൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. നന്നായിട്ട് ഇളക്കി ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ കടുകാണ്. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. ഉലുവയും കടുകും ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് നമ്മൾ ആ ഒരു അളവിൽ തന്നെ ചേർത്ത് കൊടുക്കണം, അല്ലെങ്കിൽ ചെറിയൊരു കയ്പ്പ് വരും. ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കടുകൊക്കെ ആണെങ്കിൽ ഒന്ന് പൊട്ടി വരണം. അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇതിൻ്റെ ചൂടൊന്ന് കുറച്ച് ആറിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു പാനിലേക്ക് നമുക്ക് ഒരു 50 മില്ലിയോളം നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിവിടെ നല്ലെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്, അതാകുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം കേടാകാതെ ഇരുന്നോളും. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുകിട്ട് കൊടുക്കുകയാണ്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ ഉഴുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഞാനിത് ഇളക്കി കൊടുക്കുകയാണ്. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഈ ഉള്ളി നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ടെടുക്കണം. അപ്പോൾ ഉള്ളിയാണെങ്കിലും ഇവിടെ നല്ല പോലെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് കേട്ടോ 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. സാധാ നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ഒരു എരിവും കൂടെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ അളവിലെ കായം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ പൊടികളെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ആ പൊടികളുടെ ആണെങ്കിൽ ഒരു പച്ചമണം ഒന്ന് മാറി വരണം. അപ്പോൾ പൊടികളുടെ ആണെങ്കിലും ഒരു പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന 3 നാരങ്ങയുടെ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നാരങ്ങ നീര് ആദ്യം കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കുക. എന്നിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് വീണ്ടും നിങ്ങൾക്ക് വേണമെങ്കിൽ പുളി ചേർത്ത് കൊടുത്താൽ മതി. എനിക്കിപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഉള്ളിയുടെയൊക്കെ ഒരു അളവനുസരിച്ച് കറക്റ്റാണ് 3 നാരങ്ങയുടെ നീര്. അപ്പോൾ ഈ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം 1 മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് നമ്മൾ ആദ്യമേ മിക്സിയിൽ നിന്ന് പൊടിച്ചിട്ടെടുത്തിരിക്കുന്ന ഈ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. പൊടികളും കൂടി ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഉപ്പും എരിവും പുളിയും എല്ലാം കറക്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ശർക്കരയാണ്. ശർക്കരയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്താലേ കറക്റ്റ് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഉപ്പും പുളിയും എരിവ് കാണത്തുള്ളൂ. ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ചെറിയൊരു മധുരവും കൂടെ വരുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. 1/4 ടേബിൾ സ്പൂൺ ശർക്കരയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കൊടുത്തിട്ട് ആ ഒരു ടേസ്റ്റ് നോക്കാം. അപ്പോൾ ഇതിൽ കുറച്ചൊരു മധുരത്തിന് കുറവുണ്ട്, അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ടോട്ടൽ നമ്മൾ 2.25 ടേബിൾ സ്പൂണോളം ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
ശർക്കരയും കൂടി ചേർത്തതിന് ശേഷം 1 മിനിറ്റോളം ഇതുപോലെ നന്നായിട്ട് ഇളക്കിയിട്ട് ചെറിയ തീയിൽ 1 മിനിറ്റോളം ഇതൊന്ന് ഇട്ട് കൊടുത്തേക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളി വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൈഡ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറിയൊരു പുളിയും എരിവും ആവശ്യത്തിന് ഉപ്പും ചെറിയൊരു മധുരമൊക്കെ വന്നിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ ഉള്ളി കൊണ്ടുള്ള നമ്മുടെ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വെള്ളമയം ഒന്നുമില്ലാതെ നല്ല ഉണങ്ങിയിട്ടുള്ളൊരു ബോട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ആഴ്ചകളോളം ഇത് കേടുകൂടാതെ ഇരുന്നോളും. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ അറിയിക്കുക. പിന്നെ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ലൊരു വിഭവമായിട്ട് കാണാം.